نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور التي أنزل معه أولئك هم المفلحون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين. അഭിവന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സയ്യിദ് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഹദ്റമി റളിയല്ലാഹു അൻഹു, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ രണ്ട് ആത്മീയ നേതാക്കളുടെ വാർഷിക ഉറൂസിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവൻ ആദരിച്ച മഹാന്മാരെ ആദരിക്കുവാനും സ്നേഹിച്ചവരെ സ്നേഹിക്കുവാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടുണ്ട്. ഈ മഹാന്മാരുടെ അനുസ്മരണ മഹാസംഗമത്തിൽ സമയവും പണവും അധ്വാനവും ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ ഖൈറായ സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചാൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ അടിത്തറയാകുന്ന അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക, അല്ലാഹു വെറുത്തവരെ വെറുക്കുക എന്ന അടിസ്ഥാനപരമായ തത്വമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേരിൽ ലോകത്തുള്ള കോടിക്കണക്കായ മുസ്ലിംകൾ ഒരു മാസം മുഴുവനും ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി ധാരാളം പ്രയത്നിക്കുകയും ചെയ്ത വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ വസന്തം റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന ഒന്നാമത്തെ വസന്തമാകുന്ന റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾക്ക് പിന്നെ ഏറ്റവും അധികം ആത്മീയമായ ഉന്മേഷമുണ്ടാക്കുന്ന ഒരു മാസമാണ് റബീഉൽ ആഖിർ. അല്ലാഹുവിന്റെ മഹാന്മാരായ സ്വഹാബത്തും താബിഉകളും താബിഉ താബിഉകളും കഴിഞ്ഞാൽ
ആത്മീയ ലോകത്ത് ഏറ്റവും അധികം സ്ഥാനമാനങ്ങൾ നേടിയ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസിന്റെ വഫാത്തിന്റെ മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് ആത്മീയമായ നേതാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിത്തന്നത് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ അവരിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവായിജിൻ നാസ്. അല്ലാഹുവിന് പ്രത്യേകമായ ചില സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികൾ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ ആവശ്യം വീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ആശ്രയമായി അത്താണികളായി അല്ലാഹുവിലേക്ക് മധ്യവർത്തികളായി പ്രവർത്തിക്കുന്ന വലിയൊരു ആത്മീയമായ വിഭാഗത്തെ അല്ലാഹു ഈ ലോകത്തിന് പടച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു മുതൽ അതിനു മുമ്പും ശേഷവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലങ്ങളിൽ അല്ലാഹു മഹാന്മാർ സൃഷ്ടിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ഒരു സിദ്ധാന്തം, അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുമ്പോൾ അല്ലാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ ആത്മീയമായ ചില മധ്യവർത്തികൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയ ഒരു സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. വിവിധ പേരുകൾ ആ സൂറത്തിനുള്ള കൂട്ടത്തിൽ ഫാത്തിഹ സൂറയുടെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല എന്നാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ റബ്ബിനോട് എങ്ങനെ ചോദിക്കണമെന്ന് ഒരുപാട് ചിന്തിക്കാതെ തന്നെ മനുഷ്യന് മനസ്സിലാകുന്ന ശൈലിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന വലിയ സിദ്ധാന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ വെച്ചിട്ടുള്ളത്. ദീർഘമായി ഞാൻ അത് വിശദീകരിക്കാൻ സന്ദർഭമില്ല. എങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമുള്ള മഹാന്മാരായ സാലിഹ്യങ്ങളും ഔലിയാക്കളും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന എത്തിക്കുന്ന വസീലകളാണ് മധ്യവർത്തികളാണ്. മധ്യവർത്തികൾ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൗരോഹിത്യം നിഷേധിക്കുകയും പൗരോഹിത്യത്തെ വിരോധിക്കുകയും ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് അടുക്കാൻ മധ്യവർത്തികളെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മധ്യവർത്തികളെ പിടിക്കാതിരിക്കുവാനും പഠിപ്പിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്ഥാനമാനങ്ങൾ, അല്ലാഹു മഹാന്മാർക്ക് നൽകിയിട്ടുള്ള ബഹുമാനങ്ങൾ, അതിനെ കുറക്കാൻ പ്രയത്നിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ചെറിയ പ്രായത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ, നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വളരെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശുദ്ധ ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം തൗഹീദാണ്. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയും ആരാധനക്ക് പറ്റുകയില്ല. എല്ലാ ഇബാദത്തിന്റെയും പരമമായ അവകാശി അല്ലാഹു മാത്രമാണ്. ഈ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 1.25 ലക്ഷം അമ്പിയാക്കൾ ഈ ലോകത്ത് വന്നത്.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലോകത്തെ പഠിപ്പിച്ചത് ഈ മഹത്തായ ആശയവും സിദ്ധാന്തവും തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹരില്ല എന്ന മഹത്തായ തൗഹീദിന്റെ സന്ദേശം അത് വിജയിക്കണമെങ്കിൽ, അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന രണ്ടാമത്തെ സാക്ഷ്യവചനം അതിന്റെ കൂടെ കൂട്ടിയേ തീരൂ. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സാക്ഷ്യവചനം കൂട്ടാതെയുള്ള തൗഹീദ് 100 വട്ടമല്ല 1000 വട്ടം പറഞ്ഞാലും അല്ലാഹു തആല കബൂൽ ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കുട്ടികൾ തമീസിന്റെ പ്രായമെത്തുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കുകയും അനുസരിക്കുകയും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സ്ഥിതിയിലെത്തുമ്പോൾ ആദ്യമായി നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ പറ്റിയുള്ള പ്രാഥമികമായ വിവരങ്ങളല്ല. ചെറിയ കുഞ്ഞ് തമീസിന്റെ പ്രായമെത്തിയാൽ ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇസ്ലാമിന്റെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലാഹു ഒരുവനാണ് എന്നതിനു പകരം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ജനിച്ചു. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. അല്ലാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു, അവിടെ വെച്ച് വഫാത്തായി. ഈ 4 പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവ്വലു വാജിബിൻ അലൽ ആബാഇ ലിൽ ഔലാദി തഅലീമുഹും അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളിലും രക്ഷിതാക്കന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന വളരെ പ്രധാനമായ ആശയം അതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്ന് പറയുന്ന മുഅ്മിനിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പരമമായ പോയിന്റിലേക്ക് ഒരു മനുഷ്യനെത്തണമെങ്കിൽ അവൻ നിർബന്ധമായും മധ്യവർത്തികളെ പിടിക്കണം. ആ മധ്യവർത്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവുമാണ് സഹോദരന്മാരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനമായ കാതലായ ഭാഗം. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ മാത്രമേ അവർ പഠിപ്പിച്ചു തന്ന ആശയങ്ങളോട് മഹബത്തും മതിപ്പും നമുക്കുണ്ടാവുകയുള്ളൂ. ഓരോ വർഷവും വളരെ ഗംഭീരമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നാം മഹാന്മാരെ അനുസ്മരിക്കുന്നതും അവരുടെ മദഹുകൾ പറയുന്നതും അവരുടെ പേരിൽ ഒരുമിച്ച് കൂടുന്നതും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരു ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു മാതൃകയുണ്ട്. മഹബ്ബത്ത് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഒരു ആശയത്തിൽ മഹാന്മാരായ സാലിഹീങ്ങളെയും ഔലിയാക്കളെയും അംബിയാക്കളെയും നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഈ ലോകത്ത് കാണിച്ചു തന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ച ഏറ്റവും പ്രധാനമായ ഒരു തത്വമാണ് ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ലോകത്തിതുവരെ ഒരാളും പറയാത്തൊരു പുതിയ ഒരു വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകത്ത് എല്ലാവരെക്കാളും അധികം നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ, അല്ലെങ്കിൽ വലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാക്കളെക്കാളും പിതാക്കളെക്കാളും ലോകത്തുള്ള സർവ്വവസ്തുക്കളെക്കാളും ഏതൊരു മനുഷ്യനാണോ എന്നെ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നതുവരെ ഒരാൾക്കും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്നേഹത്തിലേക്ക് ഒരു മനുഷ്യൻ എത്താതെ ആരുടെയും ഈമാൻ പൂർണ്ണമല്ലെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ഹലോ. ബഹുമാന്യരായ സയ്യിദ് മുഹ്സിൻ നാസർ ശിഹാബ് തങ്ങൾ നമ്മുടെ ഷഹറിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹൃദയരെ, സയ്യിദ് തറവാട്ടിലെ സൂര്യ തേജസ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ ശിഹാബ് തങ്ങൾ പാണക്കാട് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. إلى حضرة روح شفيعنا وحبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله.